ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. എന്നോട് കുറേ അധികം പേര് ചോദിച്ചിട്ടുള്ള, എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള കമൻറ്റും സബ്ജക്റ്റ് വൈസ് സ്ട്രാറ്റജീസാണ്. അതും എസ്പെഷ്യലി ഫിസിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുക എന്നാണ് എല്ലാവരും ചോദിച്ചിരിക്കുന്നത്. ഒബ്വിയസ്ലി നമ്മൾ എല്ലാ സബ്ജക്റ്റും ഒരേ രീതിയിലല്ല അപ്രോച്ച് ചെയ്യേണ്ടത്. അതൊരു ഭയങ്കര മിസ്റ്റേക്കാണ്. ഞാനും ചെയ്തിട്ടുള്ള മിസ്റ്റേക്കാണ്. ഒരേ രീതിയിൽ ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സൊക്കെ ഒരേ രീതിയിലിരുന്ന് അങ്ങ് പഠിക്കൽ. അങ്ങനെയല്ല ആക്ച്വലി. നമ്മൾ ഓരോ സബ്ജക്റ്റിനും അതിൻ്റേതായ സ്ട്രാറ്റജിയിൽ വേണം അപ്രോച്ച് ചെയ്യാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിനെ പറ്റിയാണ് പറയുന്നത്. ഫിസിക്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്ത മണ്ടത്തരങ്ങൾ ആക്ച്വലി നമുക്കതിനെപ്പറ്റി ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു അപ്രോച്ച് എടുക്കുന്നത്. പിന്നെ അത് എക്സാം കഴിഞ്ഞ് റിപ്പീറ്റിൻ്റെ സമയത്ത് മനസ്സിലാക്കി തിരുത്തിയ കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിപ്പീറ്റിൻ്റെ ടൈമിൽ എനിക്ക് എൻ്റെ ഫിസിക്സിൻ്റെ സ്കോർ എന്ന് പറയുന്നത് 71 or 72. അത് എന്തായാലും 70 റേഞ്ചിലാണ്. 75 ബിലോ ആണ് ഔട്ട് ഓഫ് 180 എൻ്റെ ഫിസിക്സിൻ്റെ സ്കോർ. പക്ഷേ റിപ്പീറ്റിൻ്റെ എക്സാം 2024 എൻ്റെ എക്സാമിൻ്റെ ഫിസിക്സിൻ്റെ സ്കോർ 156 ആണ്. നല്ലൊരു ജമ്പ് വന്നിട്ടുണ്ട്. ആൻഡ് ഫിസിക്സിന് 150+ ഒക്കെ നല്ലൊരു സ്കോറാണ്. പക്ഷേ ഒബ്വിയസ്ലി എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് ബാക്കി സബ്ജക്റ്റിലും ഫിസിക്സിലും തന്നെ ഞാൻ ഒരുപാട് സില്ലി മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ്. എനിവേ ഞാൻ ആ കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും ഇവിടെ പറയുന്നില്ല. ഇപ്പോൾ ഫിസിക്സ് ആണല്ലോ നമ്മുടെ മെയിൻ വിഷയം. അപ്പോൾ ഫിസിക്സിനെ പറ്റി പറയാം. അപ്പോൾ മെയിൻലി എൻ്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ, ഇത്രയും നല്ലൊരു ജമ്പ് വരാൻ എനിക്ക് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന് മുന്നേ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഫിസിക്സിന് ക്വസ്റ്റ്യൻ ചെയ്യാനിരിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാത്തതും സൊല്യൂഷൻ നോക്കേണ്ടതും, ചില സമയം സൊല്യൂഷൻ നോക്കിയാലും മനസ്സിലാവത്തില്ല, നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ അവർ എക്സ്പ്ലനേഷൻ പറഞ്ഞാലും മനസ്സിലാവത്തില്ല. ആൻഡ് ദാറ്റ്സ് ഓൾ ആർ ഓക്കെ. എല്ലാ കാര്യങ്ങളും നോർമലാണ്. എനിക്കങ്ങനെ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. റിപ്പീറ്റിൻ്റെ സമയത്ത് തുടക്കത്തിലൊക്കെ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസർ കിട്ടാണ്ടിരിക്കുക, നമ്മൾ പ്രൊഫസേഴ്സിനോട് ഡൗട്ട് ചോദിച്ചിട്ട് മനസ്സിലാകാണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്റ്റേജൊക്കെ എനിക്ക് ഭയങ്കര ഡീമോട്ടിവേറ്റിംഗ് ആയിരുന്നു. എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ. പ്രത്യേകിച്ച് നമ്മൾ ബോർഡ് എക്സാമിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരു രീതിയിൽ നിന്ന് എൻട്രൻസിൻ്റെ രീതിയിലേക്ക് പഠിക്കേണ്ട ഒരു ഇതെനിക്ക് അപ്പോൾ അറിയത്തില്ലായിരുന്നു ആക്ച്വലി. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പഠിക്കുന്നുണ്ട്, പക്ഷേ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും ചെയ്യാനൊക്കുന്നില്ല, ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ഡീമോട്ടിവേഷനും സ്ട്രെസ്സൊക്കെ എനിക്ക് റിപ്പീറ്റ് ടൈമിലുണ്ടായിരുന്നു. അപ്പോൾ റിപ്പീറ്റിൽ ഞാൻ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ് ഞാൻ കൊടുത്തത്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നോർമലാണെന്ന് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് മുന്നോട്ട് പോവുക. അപ്പം അതൊക്കെയാണ് ഞാൻ റിപ്പീറ്റ് ടൈമിൽ എനിക്ക് വന്നിരിക്കുന്ന ബുദ്ധിമുട്ട്. റിപ്പീറ്റിൻ്റെ ടൈമിൽ ഞാൻ ഫസ്റ്റ് കാര്യം ശ്രദ്ധിച്ചത് ക്ലാസ് കാണുന്ന സമയത്താണ്. ക്ലാസ് കാണുമ്പം അറ്റൻറ്റീവായിട്ട് കാണുക. നമ്മൾ പിന്നെ ഒരു മിനിറ്റ് പോലും നമ്മൾ ക്ലാസ് കണ്ട് വേസ്റ്റ് ആക്കേണ്ടി വരരുത്. നമ്മൾ ആ കാണുന്ന സമയം അത്രയും യൂസ്ഫുള്ളായിട്ട് എടുക്കുക. എനിക്ക് ഇതുപോലെ റിപ്പീറ്റിൻ്റെ ടൈമിൽ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ഹോം സിക്നെസ്സും പിന്നെ ഈ എക്സാമിൻ്റെ മാർക്ക് കുറയലിൻ്റെ ഒരു സ്ട്രെസ്സും ഒക്കെ കാരണം എനിക്ക് പിന്നെ ഉള്ള ക്ലാസ്സുകളും അധികം ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓഫ്ലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ പോർഷൻ നമ്മുടെ മൈൻഡ് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കണക്ഷനേ കിട്ടാറില്ല. ഞാൻ ഈ +1 +2 കോച്ചിങ് എടുത്തിട്ടില്ല എൻട്രൻസിന്. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഒരു സെക്കൻഡ് നമ്മുടെ മൈൻഡൊന്ന് ഔട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. പക്ഷേ ഓൺലൈൻ ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഇതെല്ലാം എനിക്ക് റെക്ടിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിൻ്റെ കാര്യത്തിലാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തിരിക്കുന്നത്. അത്രയും ശ്രദ്ധയോടെ അത്രയും അറ്റൻറ്റീവായിട്ടാണ് ഞാൻ ക്ലാസ് കണ്ടിട്ടുള്ളതും നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതും. റിപ്പീറ്റിംഗ് ടൈമിൽ ഒരു ചാപ്റ്റർ പോലും ഞാൻ നോട്ട് പ്രിപ്പയർ ചെയ്യാണ്ടിരുന്നിട്ടില്ല. എല്ലാ ചാപ്റ്ററിനെയും നോട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നല്ല അറ്റൻറ്റീവായിട്ട് ക്ലാസ് കാണുകയും ചെയ്തിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഞാൻ എടുത്തത് എന്താണെന്ന് വെച്ചാൽ വർക്ക് ബുക്ക് ചെയ്യൽ. ഞാൻ എത്ര മടിയാണെങ്കിലും എന്തൊക്കെ പഠിച്ചില്ലെങ്കിലും ബയോളജിയും കെമിസ്ട്രിയും ഒന്നും പഠിച്ചില്ലെങ്കിലും ഞാൻ ഫിസിക്സിൻ്റെ വർക്ക് ബുക്ക് ഡെയിലി ചെയ്യുമായിരുന്നു. അത് ഡെയിലി നമുക്ക് ഒരു ഫിസിക്സിൻ്റെ ലെക്ചർ ഉണ്ടായിരിക്കും. അത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ മെയിൻലി റെക്കോർഡഡ് ആയിരുന്നു കാണുന്നത് ലാസ്റ്റ് ഇയറും. അത് കണ്ടു കഴിഞ്ഞാൽ ആ പഠിപ്പിച്ച പോർഷനിൽ നിന്നുള്ള വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഞാൻ അന്ന് തന്നെ ചെയ്യുമായിരുന്നു. അത് ഞാൻ ഒരു മടിയില്ലാണ്ട് ചെയ്തിരിക്കുന്ന കാര്യമാണ്. വർക്ക് ബുക്ക് ഞാൻ ഡെയിലി ചെയ്യുമായിരുന്നു. വർക്ക് ബുക്കിലാണെങ്കിൽ നമ്മൾ തുടക്കത്തിലൊക്കെ നമുക്ക് ആൻസർ കിട്ടാണ്ടിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ച ലെക്ചറിൻ്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ചെയ്യുമ്പം കുറച്ച് ഓർമ്മയുള്ളത് കൊണ്ടോ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ട രീതിയൊക്കെ കൊണ്ടോ പിന്നെ എനിക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ആൻസേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് നല്ലൊരു കോൺഫിഡൻസായി. മാത്രമല്ല
അറ്റ് ദി എൻഡ് ഓഫ് ദി വീക്ക് നമ്മൾ ആ ചാപ്റ്റർ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ വർക്ക് ബുക്ക് കംപ്ലീറ്റ് ആയിരിക്കും ഡെയിലി ചെയ്യുന്നുണ്ടെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് എക്സാമിന് മുന്നുള്ള സ്റ്റഡി ലീവിൽ നമുക്ക് സ്റ്റഡി പാക്കേജോ അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും എക്സ്ട്രാ മെറ്റീരിയൽസും കൂടി ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഡെയിലി നിങ്ങൾ ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. 5 or 10 എത്രയാണെന്ന് വെച്ചാൽ ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇന്ന് പഠിപ്പിച്ചതിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ ചെയ്യുക. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ആൻഡ് ദ തേർഡ് തിങ് ഈസ് ടൈം ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇത് ഞാൻ റിപ്പീറ്റിൽ ചെയ്തിട്ടുള്ള കാര്യമല്ല, അതെനിക്കൊരു മണ്ടത്തരം പറ്റിയിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്ന കാര്യമാണ്. ഞാൻ റിപ്പീറ്റിൻ്റെ സമയത്ത് ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. 100ഉം 120ഉം ക്വസ്റ്റ്യൻസൊക്കെ ഒറ്റയടിക്ക് ഇരുന്ന് ചെയ്തിട്ടുണ്ട്. പക്ഷേ ടൈം വേസ്റ്റ് ആയിട്ടിരുന്നില്ല. രാവിലെ തൊട്ട് ഉച്ച വരെയുള്ള സമയം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഈ 120 ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആക്ച്വലി ടൈം ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുക. നിങ്ങൾ 100ഉം 200ഉം ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈം ചെയ്തില്ലെങ്കിലും ഒരു 45 ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈം ചെയ്യാൻ ശ്രമിക്കുക. ടൈം ബേസ്ഡ് ആയിട്ട് 1-1.5 മണിക്കൂർ കൊടുത്തിട്ട്. കാരണം നമ്മുടെ എക്സാമിന് നമുക്ക് 45 ക്വസ്റ്റ്യൻസ് ആണ് എഴുതാനുള്ളത്. അതും നമ്മൾ എത്ര ഫിസിക്സിൽ കെമിസ്ട്രിയിലും ബയോളജിയിലും ടൈം ലാഭിച്ചാലും ഫിസിക്സിന് 1 മണിക്കൂറൊക്കെ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ ആ 1 മണിക്കൂർ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ തുടക്കക്കാരാണെങ്കിൽ 1.5 മണിക്കൂറൊക്കെ കൊണ്ട് 45 ക്വസ്റ്റ്യൻസ് അറ്റ് എ ടൈം വെച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ ടൈം ബേസ്ഡ് ആയിട്ട് ചെയ്യുക. അത് കമ്പൽസറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ഫിസിക്സിൻ്റെ ജേർണിയിൽ ഒരു മിറാക്കിളായിട്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യൽ. ഞാൻ ആക്ച്വലി റിപ്പീറ്റിൻ്റെ സമയത്ത് ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യലില്ലായിരുന്നു. റിപ്പീറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, ഞാൻ എല്ലാത്തിനും ഒരു ബ്ലൈൻഡ് അപ്രോച്ചാണ് എടുത്തിട്ടുള്ളത്. ഷോർട്ട് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ല. ക്ലാസ് നോട്ട്സ് ഉണ്ട്, ലെക്ചർ നോട്ട്സ്. അത് നമ്മൾ പേപ്പറിൽ എഴുതിയെടുക്കുന്നത്, ക്ലാസ്സിൻ്റെ ഒപ്പം കണ്ടുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം വലിയൊരു നോട്ടായിരിക്കും. ഞാൻ ഷോർട്ട് നോട്ട് എഴുതിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ബ്രില്യൻ്റ് ദ ബ്രെയിൻ പോയിൻ്റർ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കിട്ടും. ബ്രില്യൻ്റിലുള്ളവർക്ക് അറിയായിരിക്കും. അത് മതിയല്ലോ എന്ന് ഞാൻ വിചാരിക്കും. എക്സാമിന് മുന്നേ ഞാൻ ഈ ബ്രെയിൻ പോയിൻ്റർ ആയിരുന്നു റിവൈസ് ചെയ്യുന്നത്. മാത്രമല്ല വേറെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഷോർട്ട് നോട്ട് ഞാനിങ്ങനെ നോക്കും. അതുമല്ല കുറേ PDF ടെലഗ്രാമിൽ നിന്ന് അവിടെ നിന്നൊക്കെ കിട്ടും. ആ ഷോർട്ട് നോട്ടൊക്കെ ആയിരുന്നു ഞാൻ യൂസ് ചെയ്തിരുന്നത്. പക്ഷേ റിപ്പീറ്റിൻ്റെ സമയത്ത് ഞാൻ ഉറപ്പിച്ചൊരു കാര്യമാണ്, ഒരു എക്സ്റ്റേണൽ റിസോഴ്സസ് ഞാൻ ഉപയോഗിക്കത്തില്ല. ഞാൻ സ്വന്തമായിട്ട് ഷോർട്ട് നോട്ട് ഉണ്ടാക്കും, അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫിസിക്കൽ കെമിസ്ട്രിക്കും ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ബയോളജിക്കും ഓർഗാനിക്കിനും ഇനോർഗാനിക്കിനും എനിക്ക് ഷോർട്ട് നോട്ട് വേണമെന്ന് തോന്നിയിട്ടില്ല, അതോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഫിസിക്സ് ആൻഡ് ഫിസിക്കൽ കെമിസ്ട്രി ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഗുണം എനിക്ക് മോഡൽ എക്സാം ആയപ്പോഴത്തേക്കും ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ടെന്നല്ല, എനിക്ക് ആ ഗുണം കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റ് മോഡൽ എക്സാമിൻ്റെ ടൈമിലൊക്കെ റിവിഷൻ ചെയ്യാൻ എന്നെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ലെക്ചർ നോട്ട് എടുത്ത് വായിക്കാനൊന്നും സമയം കിട്ടത്തില്ല, എസ്പെഷ്യലി ഡെയിലി 5-6 ചാപ്റ്റർ റിവൈസ് ചെയ്യാനുള്ളപ്പോൾ. അപ്പം ഈ ഷോർട്ട് നോട്ടൊക്കെ ജസ്റ്റ് 10-15 മിനിറ്റ്സിൽ നമുക്കൊരു ഹോൾ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ട് ബാക്കി ഇപ്പം നമ്മളൊരു ചാപ്റ്റർ പഠിക്കാൻ 2 hours അലോക്കേറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 15-20 മിനിറ്റ്സ് കൊണ്ട് ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട് വായിക്കുക. ബാക്കി സമയം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യാം. നമ്മൾ എത്രയൊക്കെ ഷോർട്ട് നോട്ട് വായിച്ചെന്ന് പറഞ്ഞാലും ലെക്ചർ നോട്ട് വായിച്ചെന്ന് പറയാലും റിവിഷൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ റിവൈസ് ചെയ്യുക. ഞാൻ എപ്പോഴും ഇത് പറയുന്ന കാര്യമാണ്. നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചെയ്യുക. വായിച്ച പാഠങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുക. അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഷോർട്ട് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് റിവിഷനാണ്. ഒബ്വിയസ്ലി നമ്മൾ പഠിച്ചതുപോലെ തന്നെ അങ്ങ് മടക്കി വെച്ചിട്ട് പോകരുത്. പിന്നെ മോഡൽ എക്സാമിൻ്റെ സമയത്ത് പഠിക്കാം എന്ന് വിചാരിക്കരുത്. ഇനി പഠിച്ചത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഞാൻ ജസ്റ്റ് സൂപ്പർഫിഷ്യലായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരുപാട് ഡീപ്പായിട്ട് പറയാനുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ബൈ ബൈ.